ന്യൂഡൽഹി മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നതാണ് കണ്ടത്. മധ്യവർഗത്തിന് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിർണായകമായ മണ്ഡലം. അവിടെ ഏതായാലും ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു, മധ്യവർഗം പൂർണ്ണമായും കൈവിടുന്നു എന്ന സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിലാണ്. പർവേഷ് വർമ്മ അവിടെ അട്ടിമറി നടത്തുമോ? 4ാം തവണ ന്യൂഡൽഹിയിലെ പോരാട്ടത്തിൽ കേജ്രിവാളിന് കാലിടറുമോ എന്നാണ് 28 എന്ന് പറയുമ്പോൾ 22 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് BJP ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ മാജിക് വാളിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കിരൺ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മാജിക് വാളിൽ ആ കാര്യമുണ്ട്. BJP ലീഡ് ചെയ്യുന്ന 28ൽ 22 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതായത് വലിയ നഷ്ടമാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ലീഡ് ചെയ്യുന്നിടത്ത് അവരവർ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് അല്ലെ. BJPയുടെ 1-2 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ കൈവശം വെച്ചിരുന്ന വോട്ട് ബാങ്കിലേക്ക് കടന്നുകയറ്റം BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. കൃത്യമായ ഒരു പ്ലാൻ ഇതിനകത്ത് നടപ്പാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം 2015-ൽ 20 നോക്കുമ്പോൾ അതിന്റെ ഒരു അകൽച്ച കുറച്ചുകൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ വോട്ട് ബാങ്കിലേക്ക് പൂർണ്ണമായി BJP കടന്നു കയറുന്നതായി. ഏകദേശം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അതിനെ നിയമസഭാ മണ്ഡലങ്ങളുമായി കൺവേർട്ട് ചെയ്യുമ്പോൾ 52 BJPക്ക് ലീഡ് ഉണ്ടായിരുന്നു. ഏകദേശം അതേ ട്രെൻഡിലേക്കാണോ പോകുന്നത് എന്നുള്ള സംശയം ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ അതിനടുത്തെത്തും എന്നുള്ളതാണ്. 28 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 22 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആ ഒരു ട്രെൻഡിലേക്ക് 29 കൂടിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 36 എന്ന മാന്ത്രിക സംഖ്യ അത് ലീഡിന്റെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് BJP എന്നുള്ളതാണ് ഏർലി ട്രെൻഡ്സ്. ഇതാണ് BJP 29 സീറ്റുകളിൽ ലീഡ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോഴും കേജ്രിവാൾ പിന്നിൽ അല്ലെ. അത് കേജ്രിവാൾ പിന്നിലാണ്, സിസോദിയ പിന്നിലാണ്, അതിഷി പിന്നിലാണ്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി, മുൻ ഉപമുഖ്യമന്ത്രി, അതായത് ആം ആദ്മി പാർട്ടിയിലെ 1ാമൻ, 2ാമൻ, നിലവിലെ മുഖ്യമന്ത്രി, ഈ 3 പ്രധാനപ്പെട്ട നേതാക്കൾ. 30 BJP 30 സീറ്റുകളിൽ BJPയുടെ ലീഡ്, 17 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡ്. ഈ 30 സീറ്റ് എന്ന് പറയുമ്പോൾ 23 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് BJPയുടെ ഒരു മുന്നേറ്റം. പടിഞ്ഞാറൻ ഡൽഹിയിൽ BJP +3 അതായത് 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ BJP 30, 17, 1 എല്ലാ പ്രദേശങ്ങളിലും ഓരോ മേഖല തിരിച്ചു നോക്കുമ്പോൾ ന്യൂഡൽഹിയിൽ ഇപ്പോൾ 7-ൽ 5 BJP ലീഡ് ചെയ്യുകയാണ്. ചാന്ദ്രി ചൗക്ക് പ്രദേശത്തും അങ്ങനെ തന്നെയാണ് BJPയുടെ ലീഡാണ്. എന്തിന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അവിടെയും BJPയുടെ ലീഡാണ് കാണുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഇല്ല. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, അവിടെയാണ് ആം ആദ്മി പാർട്ടിയെ രക്ഷിക്കുന്നത് ന്യൂനപക്ഷ മേഖല. അതെ അതെ, ഓക്ലി അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം അവർ നടത്തുന്നുണ്ട്. ഏതായാലും 48 സീറ്റ് എന്ന് പറയുമ്പോൾ BJP അതിൽ 30 സീറ്റ് ലീഡ് ചെയ്യുകയാണ്. കൃത്യമായും കേവല ഭൂരിപക്ഷത്തോട് BJP ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ പ്രവചനങ്ങളൊക്കെ ഒരുപക്ഷെ ശരിവെക്കുന്ന തരത്തിലേക്ക് ഒരു പ്രകടനത്തിലേക്ക് BJP ഈ മിനിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാര്യം. ഒരു 45 അല്ലെങ്കിൽ 55 ഇടയിൽ നേടുമെന്ന പ്രവചനങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 48 സീറ്റിലെ പല സൂചനകൾ പുറത്തു വരുമ്പോൾ BJP 30, ആം ആദ്മി പാർട്ടി 17, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിലൊക്കെ തന്നെ ഇപ്പോഴും പുറകിൽ പോകുന്നു എന്ന കാര്യം കൂടിയുണ്ട്. സിസോദിയ പിന്നിലാണ്, കേജ്രിവാൾ പിന്നിലാണ്, അതിഷി പിന്നിലാണ്. ആകെ മുൻനിര നേതാക്കളിൽ ഷക്കൂർ ബസ്തിയിൽ സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നു. ഒപ്പം ഗ്രേറ്റർ കൈലാഷിൽ സൗരവ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു. ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ ബാക്കി മുൻനിര നേതാക്കളൊക്കെ പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ ദേവേന്ദ്ര യാദവ് ഇപ്പോഴും മുന്നിലാണ് അല്ലേ. ബാദലി മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. ദേവേന്ദ്ര യാദവ് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ മഞ്ജുഷ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു സീറ്റിലെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റിടങ്ങളിൽ കോൺഗ്രസിന്റെ പെർഫോമൻസ് എന്ത് എന്നുള്ളത് നിർണായകമായിരിക്കും. കാരണം കോൺഗ്രസ് എത്ര വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ജയപരാജയങ്ങൾ കൂടി നിർണ്ണയിക്കാൻ. ഒരു സംശയമില്ല, കോൺഗ്രസിന്റെ വോട്ടുകൾ ഇതിൽ നിർണായകമാവുകയാണോ, കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കട്ടറായി മാറിയിട്ടുണ്ടോ എന്നാണ്. 30, 18, 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. 30 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് BJP ആണ്. 18 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിലാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനിർണായകമായ 49 ആയിരിക്കുന്നു. 49 ആവുമ്പോൾ ആം ആദ്മി പാർട്ടി 18, BJP 30, കോൺഗ്രസ് 1. BJP തുടക്കം മുതലുള്ള ആധിപത്യം ഇപ്പോൾ 45 മിനിറ്റ് പിന്നിടുമ്പോഴും തുടരുകയാണ്. BJP 30 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതിൽ തന്നെ ഭൂരിപക്ഷം സീറ്റുകളും എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി കൈവശം വെച്ച സീറ്റുകളാണ്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റിംഗ് സീറ്റുകളും ലീഡ് നിർത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 18 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് 1 സീറ്റിൽ അവരുടെ സംസ്ഥാന PCC അധ്യക്ഷനായ ദേവേന്ദ്ര യാദവാണ് ലീഡ് ചെയ്യുന്നത് ബാദലി മണ്ഡലത്തിൽ. അങ്ങനെ 49 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 18, 30 സീറ്റിൽ BJP, കോൺഗ്രസ് 1. ഇതാണ് കണക്കുകൾ. ഏതായാലും കേജ്രിവാൾ ഈ ഘട്ടത്തിലും പിന്നിലാണ്. മുന്നോട്ട് വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 21,000 വോട്ടിന് വിജയിച്ച അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി കൈവിടുകയാണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം ആം ആദ്മി പാർട്ടിയുടെ മുഖം അദ്ദേഹം തന്നെ
പുറകോട്ട് പോകുന്ന സാഹചര്യം തീർച്ചയായും ഇത് ഈ തുടക്ക സമയത്ത് ഏതെല്ലാം മണ്ഡലങ്ങളിലാണോ BJP ലീഡ് ചെയ്യുന്നത് അതേ മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ BJPയുടെ ലീഡ് തുടരുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ലീഡ് നില ആ മണ്ഡലങ്ങളിൽ ഉയർത്തുന്നുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയുടെ കൈവശമിരുന്ന സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ലീഡ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്ലസ് ആയിട്ട് വരികയാണ്. BJP ആ സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന വരികയാണ്. അങ്ങനെയാണ് BJPക്ക് 30 സീറ്റുകൾ, അതിൽ 23 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അങ്ങനെ 30, ആം ആദ്മി പാർട്ടി 18 സീറ്റുകൾ. അത് ആ മാജിക് ബോൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് BJP ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് കടന്നു കയറിയിട്ടുള്ളത് എന്ന്. കിരൺ, എങ്ങനെയാണ് മാജിക് ബോൾ പറയുന്നത് ഈ ഓരോ സീറ്റുകളും എടുത്തു നോക്കിയാൽ? BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 6 സീറ്റുകളിൽ കൂടി അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ 36 സീറ്റാണ് വേണ്ടത്. കഴിഞ്ഞ തവണ 8 എടുത്തു മാത്രമായിരുന്നു, ഈ ഭാഗത്തെ 8 സീറ്റുകളിൽ മാത്രമായിരുന്നു ഈ കാവി കളർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാവി കളർ ഡൽഹി ആകെ പടർന്നിരിക്കുന്നതെന്ന് വേണം കരുതാൻ. 30, 19, 1 എന്നുള്ളതാണ് കോൺഗ്രസിന് ആശ്വാസമായി. ആകെ ഒരു സീറ്റിൽ മാത്രം കോൺഗ്രസ് മുന്നേറുന്നു എന്നുള്ള ഒരവസ്ഥയാണുള്ളത്. BJP ഇപ്പോൾ നിലവിൽ 30 സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും ന്യൂഡൽഹിയുടെ 4 BJP 30 എന്ന് പറയുമ്പോൾ +23 ആണല്ലോ കിരൺ, +23. അതായത് 23 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ അല്ലേ? അതെ, ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലാണ്. അവിടെ 8 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 8 കഴിഞ്ഞ് ഏത് സീറ്റ് കിട്ടുമ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ കോട്ടകളിലേക്കും. എന്തിന് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ എങ്ങനെ നിന്നാലും വലിയ അക്കൗണ്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ 24 സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതെ അതെ, മാത്രമല്ല BJP അവരുടെ ലക്ഷ്മി നഗർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സീറ്റുകളിലും ലീഡ് ചെയ്യും. അതായത് BJPയുടെ കൈവശമുണ്ടായിരുന്ന ഒറ്റ സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യാൻ കഴിയുന്നത്. അതേസമയം BJP +31 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 24 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലേക്ക് BJPയുടെ ലീഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 സീറ്റുകളിൽ കൂടി ലീഡ് നേടാൻ കഴിഞ്ഞാൽ BJP 36ലേക്ക് എത്തും. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ലീഡ് നേടും എന്നുള്ളതാണ്. ന്യൂഡൽഹിയുടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ രാകേഷ്? ന്യൂഡൽഹിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പുറകിൽ എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. കാരണം അരവിന്ദ് കെജ്രിവാളിന് ഒരു ഘട്ടത്തിൽ പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, മുന്നിൽ വരാനും സാധിച്ചിട്ടില്ല. പർവേഷ് വർമ്മ BJPയുടെ സ്ഥാനാർത്ഥി, മുൻ മുഖ്യമന്ത്രിയുടെ മകൻ, അദ്ദേഹം ഏതായാലും അവിടെ ചരിത്രം കുറിക്കുമെന്നുള്ളതാണ് ചോദ്യം. 32 BJPയുടെ ലീഡ്, കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റുകളുടെ കുറവ്. 32 സീറ്റിൽ ഇപ്പോൾ ഏതായാലും BJP ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 20 സീറ്റ്, കോൺഗ്രസ് 1. 53 സീറ്റുകളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 20, BJP 32, കോൺഗ്രസ് 1. കിരൺ, ഇപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് അതേ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? 52 സീറ്റുകൾ അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ഉണ്ടായിരുന്നു BJPക്ക്. അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഗ്രാഫ് എന്താണ് പറയുന്നത്? അത് തന്നെയാണ്. ഇതുവരെയും ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ ലീഡ് നേടുകയും ആ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഡൽഹിയുടെ കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളായുള്ള ചരിത്രം, 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രമാണ് ഇപ്പോൾ തിരുത്തപ്പെടുന്നത്. BJP ആദ്യമായി വലിയ ലീഡിലേക്ക് വരുന്നു. ലോക്സഭയിൽ എങ്ങനെയാണ് 52 സീറ്റുകളിലാണ് ലോക്സഭയിൽ BJPക്ക് ലീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, 18 സീറ്റുകളിൽ ലീഡ് നേടാൻ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞെങ്കിൽ 2 പാർട്ടിയും ഒരുമിച്ചാണ് മത്സരിച്ചത്. ഇവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും 2ആയി മത്സരിക്കുന്നു. ത്രികോണ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസ് നേടിയ നിർണായക വോട്ടുകളടക്കം പലപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഭീഷണിയായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ തവണ 2 പാർട്ടികൾ ഒരുമിച്ച് നിന്നപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയുടെ കണക്കിലേക്ക് എടുത്താൽ 18 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ഉണ്ടായിരുന്നത്. അപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ വലിയ പ്രതീക്ഷ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 സീറ്റും നേടിയ BJP, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി മറ്റു തരത്തിൽ ചിന്തിക്കുമെന്നായിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് ഒരു ചിന്താഗതി വരുന്നില്ല. ഡൽഹിയുടെ ചിത്രം മാറുകയാണ് എന്നുള്ളതാണ്. 31 സീറ്റുകൾ നിലവിൽ ഇപ്പോൾ BJPക്ക് ലീഡുണ്ട്. ഈ ചിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. നേരത്തെ ഈ ഭാഗത്തെ ഒരു 8 സീറ്റുകൾ മാത്രമായിരുന്നു ആകെ BJPക്ക് ലീഡ് ഉണ്ടായിരുന്നത്, വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് BJPയുടെ കഴിഞ്ഞ തവണ വിജയിച്ച 8 സീറ്റുകളിൽ ഒരിടത്ത് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലായിടത്തും BJP 8ൽ 7 സീറ്റുകളും ലീഡ് നിലനിർത്തുന്നു. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ 24 സീറ്റുകളിലേക്ക് കൂടി BJPയുടെ ലീഡ് ഉയർത്തുന്നു. അവിടെ നിന്ന് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. എന്തിന് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ടാണ് ഒരു ഫിഗർ കുറയുന്നത് BJPക്ക്. 32 സീറ്റുകളിൽ ലീഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 31ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടി 21ലേക്ക് അല്ലേ? മാത്രമല്ല മഞ്ജുഷ്, ഇപ്പോൾ ഈ ഒരു കണക്ക്, ഈ ഒരു ട്രെൻഡ് നിലനിർത്തുകയാണെങ്കിൽ BJP ഒരു 40-നും 45-നും ഇടയിൽ സീറ്റുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ 30 സീറ്റ് പരമാവധി.
ആ നിലയിൽ ഒതുങ്ങാനും സാധ്യതയുണ്ട്. അതായത് അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞത് 43 ആയിരുന്നു അല്ലെ? ഒരു പോളോ പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ 43 സീറ്റുകളായിരുന്നു ബി ജെ പിക്ക്. നമ്പറിലേക്ക് ബി ജെ പി എത്താനുള്ള സാധ്യത കണക്കുകൾ വെച്ചുണ്ട്. കാരണം 32 സീറ്റ് എന്ന് പറയുമ്പോൾ ഇനി 17 സീറ്റുകളുടെ സൂചനകൾ വരാനുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം 32 ആയിട്ടുണ്ട്, 32-20 എന്നുള്ളതായിട്ടുണ്ട്. അതായത് ആ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നഷ്ടപ്പെടുന്നു, ബി ജെ പിക്ക് ലീഡ് വരുന്നു. അങ്ങനെ 32-20 ഒരു പ്രകടനം നിലനിർത്താൻ സാധിച്ചാൽ ബി ജെ പിക്ക് 40 മുതൽ 45 വരെ സീറ്റുകൾ നേടി അവിടെ ഒരു കംഫർട്ട് മെജോറിറ്റിയിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. ആം ആദ്മി പാർട്ടി നിലവിലെ പ്രകടനം അനുസരിച്ചാണെങ്കിൽ ആം ആദ്മി പാർട്ടിന് 30 സീറ്റ് വരെയാണ് പരമാവധി നേടാൻ കാണുന്നത്. ജംഗ്പുരയിൽ അതായത് മനീഷ് സിസോദിയ പിന്നിലാണ്, കൽക്കാജിയിൽ പിന്നിലാണ് അദീഷി. പക്ഷേ ന്യൂഡൽഹിയുടെ കാര്യത്തിൽ കേജ്രിവാൾ മുന്നിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് കാണുന്നില്ല. ലീഡ് ഇപ്പോഴും പട്ടേൽ നഗറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. സുൽത്താൻപൂർ മാജ്രയിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. വസീർപൂറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. കൽക്കാജിയിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് അവിടെ കൽക്കാജിയിൽ അദീഷി പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. ബാബർപൂർ മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ ഗോപാൽ റായ് പ്രധാനപ്പെട്ട നേതാവാണ്, മന്ത്രിയാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻനിര നേതാക്കളൊക്കെ തന്നെ പിന്നിൽ പോകുമ്പോൾ നിലവിലെ മന്ത്രിയായ ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂഡൽഹിയിൽ ഇപ്പോഴും അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണെന്ന് തന്നെയാണ്. കാരണം പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ്. അരവിന്ദ് കേജ്രിവാൾ